ഈ കാലവർഷം തുടങ്ങിയതിന് ശേഷവും ആ മലയുടെ മുകളിൽ ഈ കാണുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ? അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകിയിരുന്നോ? നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നോ ഈ അപകടത്തിന് മുമ്പ് എപ്പോഴെങ്കിലും? സൈഫു, അതായത് ജൂണിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി തീരുന്നതാണ്. ആ ജൂണിൽ തീർന്നതിന് ശേഷവും അവിടെ നിരവധി തവണ പാറ പൊട്ടിക്കുകയും മണ്ണെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാറ പൊട്ടിക്കുകയാണ്. കംപ്രസർ ഉപയോഗിച്ച് വലിയ അളവിൽ ഇവിടെ പാറ പൊട്ടിച്ച് ഇവിടുന്ന് കടത്തിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായും പാറ പൊട്ടിക്കുമ്പോൾ ഈ സമീപത്തെ ഭൂമിക്ക് ഇളക്കം സംഭവിക്കും. ആ ഇളക്കം സംഭവിച്ചതും അതോടൊപ്പം തന്നെ ഈ പാറയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭൂമിയിൽ നിന്ന് വ്യാപകമായി മണ്ണ് JCB ഉപയോഗിച്ച് മണ്ണ് ഇളക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിയാൻ കാരണമായത്. അത് മുകളിൽ നിന്ന് മണ്ണ് ഈ എടുത്ത ഭാഗത്തേക്ക് വെള്ളവും കൂടി കുത്തിയൊലിച്ചു വന്നതോടെ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ ഈ നഗരസഭ നൽകി, അല്ലെങ്കിൽ ഇപ്പോൾ ജിയോളജി വകുപ്പിൽ നിന്നും നഗരസഭയിൽ നിന്നും ജൂൺ വരെ അനുമതി ഉണ്ടായിരുന്നു. അതിനുശേഷവും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയ്ക്ക് തൊട്ട് മുൻപ് വരെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഇത്തരത്തിലുള്ള അപകട ഭീഷണിക്ക് കാരണമാകും എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2018 ഇവിടെ ലാൻഡ് സ്ലൈഡിംഗ് ഉണ്ടായ പ്രദേശമാണ്. അങ്ങനെ ചെങ്കുത്തായ ഒരു പ്രദേശത്ത് എങ്ങനെ നിർമ്മാണത്തിന് അനുമതി ലഭിച്ചു എന്ന ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. ഈ അനധികൃത നിർമ്മാണമാണ് പൂർണ്ണമായി ഇവിടെ നടന്നിരിക്കുന്നത്. അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുയോജ്യമായ സാഹചര്യം കണക്കിലെടുത്ത് മണ്ണ് നീക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയും PWD വകുപ്പ് മന്ത്രിയും PK ബഷീറും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.